ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇൻഡിഗോ അലർജി ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറലായിട്ടുള്ള കെമിക്കലൊന്നും ആഡ് ചെയ്യാത്ത ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. കാരണം നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നമ്മൾ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആയി പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാൻ തന്നെ ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു മീഡിയം സൈസ് കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിക്കയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മളൊരു 4-5 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. ഒരു 2 ചെമ്പരത്തിയുടെ പൂവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു 5 ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ കറ്റാർവാഴയും ചെമ്പരത്തി പൂവും ഒക്കെ നമ്മുടെ മുടി ഡ്രൈ ആകാണ്ട് നല്ല സോഫ്റ്റായിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ പനിക്കൂർക്കയുടെ ഇലയും നെല്ലിക്കയും ബീട്രൂട്ടും ഒക്കെ നമ്മുടെ നരയൊക്കെ മാറി മുടി നല്ല ബ്ലാക്ക് കളറാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 5 ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഓരോ ഇൻഗ്രീഡിയൻ്റായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. വെള്ളം ചേർക്കാണ്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കറ്റാർവാഴയും ബീട്രൂട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കാതെ തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഒന്നുകിൽ നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഡൈയൊക്കെ തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു പഴയ അരിപ്പ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് നല്ലപോലെ ഇതിൻ്റെ നീര് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നീര് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചട്ടി എടുക്കാം. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലേക്ക് ഇതുപോലെ വലിയ സ്പൂണിന് ഒരു 2.5 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നര കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കുക കേട്ടോ. അപ്പോൾ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു സാഷ കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിരട്ടക്കരിയാണ് കേട്ടോ. അതായത് നമ്മുടെ ചാർക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിരട്ടയൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഒന്ന് കത്തിച്ച് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത ആ ഒരു ജ്യൂസ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ ബാലൻസ് ഉണ്ടായിരുന്നത് കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ കട്ടയൊന്നുമില്ലാണ്ട് ഇതുപോലെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ. അതിന് ശേഷം ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മുടെ ഈ ബാലൻസ് വന്ന ഈ ഒരു ജ്യൂസ് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ നല്ലപോലെ മുടി കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു 4-5 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും. കുളിക്കുന്നതിന് മുന്നേ കുറച്ച് മുന്നേ ഇതെടുത്ത് പുറത്ത് വെച്ച തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുടി നല്ലപോലെ ഓയിലൊക്കെ കളഞ്ഞ് നല്ല ഷാമ്പു വാഷൊക്കെ ചെയ്ത് മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തും ഇത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്ത് കളയാവൂ. വാഷ് ചെയ്ത് കളയുമ്പോഴും നമ്മൾ നോർമൽ വാട്ടറിൽ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പുവോ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നീലയും വിരിയൊക്കെ അലർജി ഉള്ളവർക്കൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ തയ്യാറാക്കിയ ഡൈ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ കണ്ടില്ലേ, തലയിൽ മുഴുവൻ മുടിയും നരച്ചിട്ടുണ്ട്. ഫുൾ മുടിയും നരച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തലയിലാണ് നമ്മൾ ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡിഗോ അലർജി ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഈ ഡൈ യൂസ് ചെയ്യുന്നതിന് മുന്നേ തലയിൽ ഒട്ടും ഓയിൽ ഉണ്ടാവരുത് കേട്ടോ. നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ മുടിയിൽ ഇത് വച്ചേക്കുകയും വേണം കേട്ടോ. പെട്ടെന്നൊന്നും കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്